അതായത് നമ്മൾ മുഖം കഴുകി വന്നിട്ട് അപ്പോൾ ഇച്ചിരി റോസ് വാട്ടറിൽ നമ്മുടെ കടലമാവ് കൂടി മിക്സ് ചെയ്തപ്പോൾ വന്ന മാറ്റമാണ്. ഞാനിത് റിസൾട്ട് പുറത്ത് വന്നിട്ട് കാണിക്കാമെന്ന് വെച്ചിട്ട് അവിടെ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഇനി മനസ്സിലാവാതിരിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഹലോ, ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ. അത് നമുക്ക് പാലോ തൈരോ ഒന്നും വേണ്ട, നമുക്ക് റോസ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ പാലും തൈരും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അതിൻ്റെ ഒരു സ്മെല്ല് പിടിക്കാത്ത ആൾക്കാർക്കൊക്കെ ആയിട്ട് അതേ റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു പാക്ക്. അപ്പോൾ നമുക്ക് ആദ്യം എടുക്കേണ്ടത് അരിപ്പൊടി കുറച്ചെടുക്കണം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസുകൾ തന്നെയാണ്, നമ്മൾ പുറത്തുനിന്ന് പോയിട്ട് ആക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതൊക്കെ നേച്ചുറൽ പാക്ക് ആയതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് യാതൊരു ദോഷം വരാത്തൊരു കാര്യമാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ്. അതും ഈ ഒരു ടീസ്പൂണിൻ്റെ അളവിൽ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തുള്ളി ചെറുനാരങ്ങയുടെ നീര് ഞാൻ വീത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറുനാരങ്ങ നീര് പറ്റാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കിക്കോട്ടോ. ഇത് നമുക്ക് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റും കൂടി കിട്ടുന്ന ഐറ്റം ആയതുകൊണ്ടാണ് അത് ചേർത്തത്. അധികം ചേർക്കാൻ പാടില്ല. പിന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോസ് വാട്ടർ. അപ്പം നമ്മൾ നല്ലൊരു ക്രീം പരുവത്തിലേക്ക് നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ അധികം കട്ടിയാവാനും പാടില്ല, അധികം ലൂസ് ആവാനും പാടില്ല. നമ്മൾ മുഖത്തിങ്ങനെ തേച്ചാൽ അതവിടെ സെറ്റായിട്ടിരിക്കണം. അപ്പോൾ ഇത് ഇത്തിരി കട്ടിയുള്ള പോലെയുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കൂടി റോസ് വാട്ടർ നമ്മൾ ചേർത്തോളൂ. റോസ് വാട്ടർ അറിയാമല്ലോ, മുഖത്തേക്ക് തേച്ചാൽ അത്രയും നല്ലതാണ്. റോസ് വാട്ടർ നമ്മുടെ ഗ്ലിസറിനും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഡെയിലി അത് നമ്മുടെ കൈമലും കാലുമലും മുഖത്തൊക്കെ തേക്കുകയാണെങ്കിൽ നല്ല സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. നമ്മുടെ സ്കിൻ നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനൊക്കെ ആയിട്ട് നല്ലതാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മളിങ്ങനത്തെ നേച്ചുറലായിട്ട് ഓരോ പാക്കുകളൊക്കെ നമ്മൾ തയ്യാറാക്കി മുഖത്തിടുന്നത് കണ്ടോ. നമുക്കിത് മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ പലഹാരങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് കടലമാവും അരിപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് ഇത് എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇത് ഏത് സ്കിന്നുകാർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ് കേട്ടോ. ഓയിൽ സ്കിന്നുകാർക്കൊക്കെ ഇത് അടിപൊളി ഒരു പാക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തേനോ തൈര് പാലൊന്നും അവർക്ക് പറ്റാത്ത ഉണ്ടാവുമല്ലോ. തേൻ കുഴപ്പമില്ല, പക്ഷെ തൈരും പാലും പറ്റാത്തതുകൊണ്ട്, പിന്നെ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്കൊക്കെ ഈ റോസ് വാട്ടറിലൊക്കെ മിക്സ് ചെയ്താൽ ഈ ഒരു കാര്യം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നേച്ചുറൽ പാക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിന് യാതൊരു ദോഷവും വരില്ല. പിന്നെ നമ്മൾ അടുപ്പിച്ച് നമ്മൾ ഓരോ പാക്കുകൾ നമ്മളിടുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഒരു ഇതില്ലാണ്ട്, കംപ്ലൈൻ്റ് ഇല്ലാണ്ട് നമ്മുടെ സ്കിന്ന് എപ്പോഴും നിലനിന്നിട്ട് പോകും. അതാണ് നമ്മുടെ നേച്ചുറൽ പാക്കിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ്, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. നമ്മളിത് ഇടുമ്പോൾ കഴുത്തിലും കൂടി ചെയ്യണേ. അത് ഏത് പാക്ക് ഇടായാലും കഴുത്തിൽ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റനൊക്കെ ആവും, അത്യാവശ്യം നല്ല ഗ്ലോയിങ് ഒക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. പക്ഷേ കഴുത്ത് വ്യത്യാസമാണെങ്കിൽ പോയില്ലേ കാര്യം. അപ്പോൾ ഇത് ആദ്യം ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് വലിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ശേഷം നമ്മളൊന്ന് സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം.